എല്ലാവർക്കും എക്സാം ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ CBSE +2 എക്സാം സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേംസ് ഫണ്ടമെൻറ്റൽസ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, റൈറ്റ്സ് ഓഫ് ഫേംസ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് മീനിങ്, ക്ലോസ് ആൻഡ് ഇമ്പോർട്ടൻസ്, പ്രൊവിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, interest on loan by partner and firm, charge against profit versus appropriation of profit and managers commission. ഈ ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ച് സെക്ഷൻ 4 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് partnership is a relationship between persons who have agreed to share the profit of a business carried on by all or any of them acting for all. That means മിനിമം രണ്ട് ഇൻഡിവിജ്വൽസ് എങ്കിലും നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവണം. രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് അവരൊരു ബിസിനസ് ക്യാരി ഔൺ ചെയ്യുകയും ആ ബിസിനസ്സിൽ നിന്ന് ഒരു കോമൺ ഒബ്ജക്റ്റീവ്, എല്ലാ പാർട്ട്നേഴ്സിനും ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാകും. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസസിനെ അവരൊരു എഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നു. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പാർട്ട്ണർഷിപ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2-3 ടേമുകളുണ്ട്. അതിലൊന്നാമത്തെ ടേമാണ് പാർട്ട്ണർ. പാർട്ട്ണർ മീൻസ് ഈ പാർട്ട്ണർഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പേഴ്സൺസ് ഹു എൻറ്റർ ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് വൺ അനദർ ഇൻഡിവിജ്വലി, അവരെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുക. ഇവരെ കളക്റ്റീവ്ലി, അതായത് ഈ എല്ലാ പാർട്ട്നേഴ്സിനെയും കളക്റ്റീവ്ലി നമ്മൾ ഫേംസ് എന്ന് പറയുന്നു. ദ കളക്റ്റീവ് നെയിം ഫോർ പാർട്ട്നേഴ്സ് ഡൂയിങ് ബിസിനസ് ടുഗദർ ഈസ് ഫേംസ്. ഇനി നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയുടെ പേര് എക്സ് ലിമിറ്റഡ് എന്നാണെന്നുണ്ടെങ്കിൽ ആ നെയിമിനെയാണ് നമ്മൾ ഫേം നെയിം എന്ന് പറയുന്നത്. ദ നെയിം അണ്ടർ വിച്ച് ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ, അതാണ് ഫേംസ് നെയിം എന്ന് നമ്മൾ പറയുന്നത്. സോ 3 ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്: എ പാർട്ട്ണർ, ദ ഫേം ആൻഡ് ദ ഫേംസ് നെയിം. സോ ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ദാറ്റ് മീൻസ് അവിടെ പാർട്ട്നേഴ്സിനെയും ഓണേഴ്സിനെയും ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക. പാർട്ട്നേഴ്സും അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നതും ഒന്നായിരിക്കും. അവർക്കൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവില്ല. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫേമിൻ്റെ ഡെപ്റ്റ്സ്, ഫേംസിന് എന്തെങ്കിലും, പാർട്ട്ണർഷിപ്പ് ഫേംസിന് എന്തെങ്കിലും ഒരു ഡെപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഓണേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ ഓണേഴ്സിനെയും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിനെയും നമ്മൾ ഒന്നായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ബട്ട് ഇൻ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി. നമ്മൾ ബിസിനസ് സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറിനെയും സെപ്പറേറ്റ് ആയിട്ട്, 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പറയുമ്പോൾ അവിടെ ഓണറിനെയും അതുപോലെ തന്നെ ബിസിനസ്സിനെയും 2 സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലും അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ലീഗൽ എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ അക്കൗണ്ടിങ് നമ്മളൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും 6 കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിലാദ്യം പറയുന്നത് 2 or more persons. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മിനിമം 2 persons എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മിനിമം നമ്മളോട് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം, MCQ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മിനിമം പേഴ്സൺസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 persons എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കണ്ടീഷൻ ഉള്ളത്, the persons must be competent to contract. Competent to contract means കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ആയിരിക്കണം. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഇൻ ദ സെൻസ് ആർക്കൊക്കെ പറ്റില്ല, ഇനി പറയാൻ പോകുന്ന 2 പേരൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും പാർട്ട്ണർഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതായത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ. ഈ 2 ആൾക്കാർക്കൊഴികെ, അതായത് അൺസൗണ്ട് മൈൻഡ് ഉള്ളവർക്കോ ഏതെങ്കിലും ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്തവരോ ആണെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഒരു പാർട്ട്ണർഷിപ്പിലേക്ക്, അതായത് കോൺട്രാക്റ്റിലേക്ക് അവർക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ല. മറ്റാർക്ക് വേണമെങ്കിലും ഒരു പാർട്ട്ണറായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മിനിമം 2 persons പറഞ്ഞു. മാക്സിമം നമ്പേഴ്സിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് ഓരോ കണ്ടീഷൻസ് അനുസരിച്ച്.
അതായത് മാക്സിമം 50 പാർട്ട്നേഴ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. കമ്പനീസ് ആക്ട് 2013 റൂൾ 10 അനുസരിച്ചിട്ട് മാക്സിമം പാർട്ട്നേഴ്സ് 50 ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ അങ്ങനെ ഒരു മാക്സിമം നമ്പർ പറഞ്ഞിട്ടില്ല. നമ്മളോടിപ്പോൾ ഒരു ക്വസ്റ്റിന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ അങ്ങനെ ഒരു മാക്സിമം നമ്പർ ഇല്ല. ബട്ട് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് അത് 50 ആണ്. മാക്സിമം നമ്പർ 50 ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, മൈനേഴ്സിന് പാർട്ട്ണർ ആവാൻ പറ്റുമോ? ബിലോ 80 ഏജ് ഉള്ള ഒരാൾക്ക് പാർട്ട്ണറായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, അതാണ് അതിൻ്റെ ആൻസർ. ഒരു മൈനറിന് പാർട്ട്ണർ ആവാനായിട്ട് പറ്റും, ബട്ട് ഓൺലി ഇൻ പ്രോഫിറ്റ്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്രോഫിറ്റ് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ലയബിൾ ഫോർ എനി ലോസസ് ഓഫ് ദ കമ്പനി. ലോസസ് ഉണ്ടാകുന്ന സമയത്ത് അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം ഒരു മൈനർ പാർട്ട്ണറിന് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് ഇൻ ദ സെൻസ്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ബട്ട് അത് ഓറലോ റിട്ടണോ ആകാം. റിട്ടൺ ആകണം എന്ന് തന്നെ കമ്പൽസറി ഇല്ല. റിട്ടൺ എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, റിട്ടൺ എഗ്രിമെൻ്റ് ആണ്. കാരണം നമുക്കറിയാം 2 or more പേഴ്സൺസ് എഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നതാണ്. സോ ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട് അവിടെ എപ്പോഴും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. ബട്ട് അത് റിട്ടൺ ആവണമെന്ന് കമ്പൽസറി ഇല്ല. ബട്ട് റിട്ടൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. ക്യാൻ ബി ഫോർ എ സ്പെസിഫിക് വെഞ്ചർ, ഫിക്സഡ് പീരീഡ് ഓർ അറ്റ് വിൽ. അത് ഒരു സ്പെസിഫിക് വെഞ്ചറിനേക്ക് വേണ്ടിയുള്ളതാണോ, ഫിക്സഡ് പീരീഡിലുള്ളതാണോ, ഓർ അറ്റ് വില്ലാണോ, ഇതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ബിസിനസ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു ലോഫുൾ ബിസിനസ്സിന് വേണ്ടി ആയിരിക്കണം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ് പാർട്ട്ണർഷിപ്പ് ഫോമിൽ നമ്മൾ ചെയ്യുക. നോട്ട് ഫോം ഫോർ സോഷ്യൽ ഓർ ചാരിറ്റബിൾ പേർപ്പസ്. സോഷ്യൽ പേർപ്പസിനോ ചാരിറ്റബിൾ പേർപ്പസിനോ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻസ് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫോമിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ബിസിനസ്സുകളാണ് മെയിനായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത ഫോർത്ത് പോയിന്റ് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഏജൻസിയാണ്. മ്യൂച്വൽ ഏജൻസി ഇൻ ദ സെൻസ്, പാർട്ട്നേഴ്സ് എപ്പോഴും അവരുടെ ഒരു പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഏജന്റ് മീൻസ് റെപ്രസെൻറ്റ് അതർ പാർട്ട്നേഴ്സ്, ബൈൻഡ്സ് ദം ബൈ ഹിസ് ആക്ട്. മറ്റ് പാർട്ട്നേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആസ് എ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ഈസ് ബൗണ്ട് ബൈ ആക്ട് ഓഫ് അതർ പാർട്ട്നേഴ്സ്. മറ്റ് പാർട്ട്നേഴ്സിന് അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ഒരു പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. പാർട്ട്നേഴ്സ് തമ്മിൽ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യുന്നത് ഒരു എഗ്രീഡ് റേഷ്യോ കാണും. നമ്മൾ ഓരോ പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവിടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഏത് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻഡ് ആയിരിക്കും. സപ്പോസ് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മെൻഷൻഡ് അല്ല എങ്കിൽ ഇറ്റ് ഓൾവേസ് ഷെയർ ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. എത്ര പ്രോഫിറ്റും എത്ര ലോസും വന്നാലും പാർട്ട്നേഴ്സ് ഈക്വലി തന്നെ എഗ്രീഡ് അല്ലാത്ത സിറ്റുവേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ലയബിലിറ്റി ആണ്. പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഫേംസ് ലയബിലിറ്റി ക്യാൻ ബി പെയ്ഡ് ഫ്രം ദി പേഴ്സണൽ അസറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് എടുത്തിട്ടും ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിന് പാർട്ട്ണർഷിപ്പിൽ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഇൻവോൾവ് ആകാനുമുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ക്യാൻ ബി കൺസൾട്ടഡ് അബൌട്ട് ബിസിനസ് മാറ്റേഴ്സ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹി ഹാസ് എ റൈറ്റ് ടു ഇൻസ്പെക്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഗെറ്റ് എ കോപ്പി. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്യാനും അതിൻ്റെ ഒരു കോപ്പി കയ്യിൽ വെക്കാനുമുള്ള റൈറ്റ് എന്തുണ്ട്? പാർട്ട്നേഴ്സിനുണ്ട്. ആൻഡ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ എഗ്രീഡ് റേഷ്യോ ഓർ ഈക്വൽ ഇഫ് നോട്ട് എഗ്രീഡ്. എഗ്രീഡ് റേഷ്യോയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യാനും ഇനി എഗ്രി ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ ഈക്വലി ഷെയർ ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്.
ആൻഡ് റിസീവ് ഇൻട്രസ്റ്റ് അറ്റ് 6% ഓൺ ലോൺ ഗിവൺ ടു ദ ഫേം. ഫേമിന് എന്തെങ്കിലും ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 6% ഇൻട്രസ്റ്റ് വെച്ച് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ടേക്ക് എമർജൻസി ഡിസിഷൻ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ്. നോർമലി നമ്മൾ പാർട്ട്നേഴ്സ്, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരെല്ലാം ഒരുമിച്ച് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുക. ബട്ട് ഇൻ കേസ് ഓഫ് എമർജൻസീസ് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഒരു പാർട്ട്ണറിനുണ്ട്. നോട്ട് അലോ ദി അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. പുതിയതായിട്ട് ഒരാളെ പാർട്ട്ണർഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ആ അഡ്മിഷൻ അലോ ചെയ്യാതിരിക്കാനുള്ള റൈറ്റ്. സപ്പോസ് ഒരു പാർട്ട്ണർ പുതിയതായിട്ട് എൻറ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ള റൈറ്റും ഓരോ പാർട്ട്നേഴ്സിനുമുണ്ട്. ആൻഡ് റിട്ടയർ ആഫ്റ്റർ ഗിവിംഗ് പ്രോപ്പർ നോട്ടീസ്. സപ്പോസ് ഒരു പാർട്ട്ണറിന് റിട്ടയർ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ നോട്ടീസ് നൽകിയതിന് ശേഷം റിട്ടയർ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഇതാണ് മെയിനായിട്ടും ആസ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറിന് ഒരു പാർട്ട്ണർഷിപ്പിൽ മെയിനായിട്ടും കിട്ടുന്ന റൈറ്റുകൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. നന്നായിട്ട് വായിച്ച് ടെക്സ്റ്റ് പോയിന്റുകളാണെങ്കിലും വായിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു ഒരു എഗ്രിമെൻറ്റിനെ കുറിച്ച്. റിട്ടൺ എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് പറയുന്നത്. ദ റിട്ടൺ എഗ്രിമെൻറ്റ് ദാറ്റ് ഗവേൺസ് എ പാർട്ട്ണർഷിപ്പ് ഫേം. So it is a legal document signed by all the partners detailing the terms and conditions of partnership. It is always better to have a written deed to avoid dispute. നമുക്കറിയാം രണ്ടിലധികം പേഴ്സൺസ് ഇൻവോൾവ് ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സോ ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട് അവിടെ ഒരു റിട്ടൺ ഡീഡ് അല്ലെങ്കിൽ ഒരു റിട്ടൺ എഗ്രിമെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിലെ എല്ലാ ക്ലോസസും ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം എല്ലാ പാർട്ട്നേഴ്സും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടാകും. ആ സൈൻഡ് ആയിട്ടുള്ളൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. സോ ഇതിൽ എന്തൊക്കെ ക്ലോസുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടൻസ് ആണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർഷിപ്പിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ നെയിം, അഡ്രസ്സ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നെയിം, അഡ്രസ്സ്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഏതാണ്, അതാണ് തേർഡ് പോയിന്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻഡ് ആയിരിക്കും. ഏത് നേച്ചറിലുള്ള ബിസിനസ്സാണ്, ട്രേഡിംഗ് ആണോ, മാനുഫാക്ചറിംഗ് ആണോ, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്, ഏത് നേച്ചറിലുള്ള ബിസിനസ് ആണ് എന്നുള്ളത് മെൻഷൻഡ് ആയിരിക്കും. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഉണ്ടായിരിക്കും. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഈച്ച് പാർട്ട്നേഴ്സ്. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവർ ഓരോരുത്തരും എത്ര എമൗണ്ട് വെച്ച് എത്ര ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാണ്. ഇനി പാർട്ട്നേഴ്സ് എന്തെങ്കിലും എമൗണ്ട്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ഡ്രോയിങ്സിന് എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എത്ര റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയറിംഗ് നടക്കുന്നത് എന്നുള്ളതും, പിന്നെ ലോൺസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ലോൺസിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതെന്നുള്ളതും, പാർട്ട്നേഴ്സിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ, ചില പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ സാലറിയോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും റെമ്യൂണറേഷൻസ് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ പേയ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത്. ഇനി ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ ഏത് രീതിയിലാണ്, അസറ്റ്സിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അക്കൗണ്ട്സിനെ എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു, അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും, ഓരോ പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഇനി ചില പാർട്ട്ണർഷിപ്പ് ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു പാർട്ട്ണറിൻ്റെ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പിനെ മുന്നോട്ട് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുമോ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട്സിനെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഗവേൺസ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. ഇറ്റ് ഡിഫൈൻസ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ലയബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട്ണർ ക്ലിയർലി. ഓരോ പാർട്ട്ണറിനും എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്, ഇത് ക്ലിയർ ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കാൻ, ഒരു പരിധി വരെ ഡിസ്പ്യൂട്ട്സിനെ കുറയ്ക്കാൻ സാധിക്കും. ഇനി ഇൻ കേസ് എനി ഡിസ്പ്യൂട്ട്സ് അറൈസസ്, എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ ഉപയോഗിച്ച് നമുക്കതിനെ സെറ്റിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഡിസ്പ്യൂട്ട് വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എഗ്രി ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിൽ സൈൻ ചെയ്തിട്ടാണ് പാർട്ട്നേഴ്സ് മുന്നോട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അവിടെ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫിൽസ് ലീഗൽ ഗ്യാപ്സ്, എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ലീഗൽ ഗ്യാപ്സിനെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ യൂസ് ചെയ്യാം. വേർ ദ ഡീഡ് ഈസ് സൈലന്റ് ഓൺ മാറ്റേഴ്സ് പ്രൊവിഷൻ ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അപ്ലൈ ഓട്ടോമാറ്റിക്കലി. ഇനി ഏതെങ്കിലും കാര്യങ്ങളിൽ ഈ ഡിസ്പ്യൂട്ട് വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ആണെങ്കിൽ അവിടെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ചില പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുക. സോ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആവുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ പേയ്മെൻറ്റ്സും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ആദ്യം നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. പാർട്ട്നേഴ്സ് ഫേമിന് ലോൺ കൊടുക്കുന്ന സമയത്ത് ലോൺ ബൈ പാർട്ട്നേഴ്സ് ഇൻ കേസ് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് മെൻഷൻഡ് അല്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല, ഈ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 6% പെർ ആനം എന്നൊരു കോൺസ്റ്റൻറ്റ് റേറ്റ് ഉണ്ട്. ആ ഒരു റേറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് പേ ചെയ്യുക. അത് ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവണം. കാരണം അതൊരു ചാർജ് എഗനസ്റ്റ് പ്രോഫിറ്റ് ആണ്. ചാർജ് എഗനസ്റ്റ് പ്രോഫിറ്റിൽ വരുന്ന എല്ലാ ഐറ്റംസും ഫേംസിന് പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും നമ്മൾ പേ ചെയ്യേണ്ടതാണ്. സോ ഇതൊരു കോൺസ്റ്റൻറ്റ് റേറ്റ് ആണ്, 6% പെർ ആനം. അത് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി സപ്പോസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടില്ല, എഗ്രീഡ് റേഷ്യോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസസ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഈക്വലിയാണ് ഷെയർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ വരികയാണെങ്കിൽ അത് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ട് അലൗഡ് അല്ലെങ്കിൽ നോട്ട് പെയ്ഡ് ടു ദ പാർട്ട്നേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തുനിന്ന് അതിനെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ. പിന്നെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, സാലറിയോ കമ്മീഷനോ എന്തെങ്കിലും യൂഷ്വലി നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു പാർട്ട്ണറിൻ്റെ അഡ്മിഷൻ, ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എല്ലാ പാർട്ട്നേഴ്സും കൂടി എഗ്രി ചെയ്യേണ്ടതാണ്. സോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ അല്ലെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ട, പാർട്ട്നേഴ്സിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ചില ക്വസ്റ്റ്യൻസിൽ നമുക്കിതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചുള്ള മെൻഷൻ ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% കൊടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി ഷെയർ ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റെമ്യൂണറേഷൻ ഇതൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, പാർട്ട്നേഴ്സിൻ്റെ അഡ്മിഷൻ എല്ലാ പാർട്ട്നേഴ്സും എഗ്രി ചെയ്തെങ്കിൽ മാത്രം അഡ്മിറ്റ് ചെയ്താൽ മതി. ഇത്രയുമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ആബ്സെൻസിൽ ഉള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. സോ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവിഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 3 പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പറഞ്ഞിട്ടുണ്ട് അവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്ന്. പിന്നെ നമുക്കൊരു 6 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതായത് അവർ ഓരോ ഡിമാൻഡ്സ് വെച്ചപ്പോൾ, അതായത് ഓരോ പേയ്മെൻറ്റ്സ്, ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണം അല്ലെങ്കിൽ സാലറി വേണം, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് കരുതുന്നു. നമുക്കിനി അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞിരുന്നത്, അവിടെ അമർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% വേണം എന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്, അവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ട് അലൗഡ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മളോട് എന്താണ് പറഞ്ഞിരുന്നത്, ലളിത്തിന് സാലറി 5,000 പെർ മന്ത് വേണം എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ റെമ്യൂണറേഷൻ പേ ചെയ്യുന്നില്ല, അപ്പോൾ അതും പേ ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ പറഞ്ഞത് ചാരുവിന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 12% വേണം എന്നാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കും, പക്ഷേ എത്ര പെർസെൻറ്റേജ് കൊടുക്കുകയുള്ളൂ? 6% മാത്രമേ നമ്മൾ പേ ചെയ്യുള്ളൂ. 12% പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ 50,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 50,000 6%, 3,000 മാത്രം നമുക്ക് 6% മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എത്ര ചോദിച്ചാലും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻഡ് അല്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കണം, ബട്ട് 6% ആയിരിക്കണം. സോ അത് നമ്മൾ അലോ ചെയ്യും 6%. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ അത് എന്ത് ചെയ്യേണ്ട, ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റൽ റേഷ്യോയിൽ വേണം എന്നായിരുന്നു 5th കണ്ടീഷൻ, പക്ഷേ എന്തേ നമ്മൾ കൊടുക്കുകയുള്ളൂ? ഈക്വലിയേ കൊടുക്കുകയുള്ളൂ. ക്യാപിറ്റൽ റേഷ്യോയിൽ നമ്മൾ പ്രോഫിറ്റിനെ ഷെയർ ചെയ്യില്ല. എപ്പോഴും ഡീഡിൽ മെൻഷൻഡ് അല്ലെങ്കിൽ നമ്മൾ ഈക്വലി ആയിരിക്കും. പിന്നെ ലളിത്തിൻ്റെ സൺ ഇന്ദറിനെ ന്യൂ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, പക്ഷേ അവിടെ എന്ത് ചെയ്തില്ല? ചാരു ഒബ്ജക്റ്റ് ചെയ്തു. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഒബ്ജക്റ്റ് ചെയ്തെങ്കിൽ തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ പാർട്ട്നേഴ്സും ഒരുപോലെ എഗ്രി ചെയ്യണം. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ലളിത്തിൻ്റെ സൺ ഇന്ദറിനെ നമുക്ക് പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ആൻസേഴ്സ് നിങ്ങൾ നന്നായിട്ട് വായിച്ചൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് അടുത്ത വരുന്ന ഒരു ടോപ്പിക്ക് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റും അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റും. ഈ രണ്ട് വാക്കുകൾ നമ്മൾ മുന്നോട്ട് പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അവിടെ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് അവിടെ ഉണ്ടാവാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് മീൻസ് അതൊരു എക്സ്പെൻസ് ആണ്. ദാറ്റ് ഈസ് പെയ്ഡ് വെദർ ദ ഫേം ഏൺസ് പ്രോഫിറ്റ് ഓർ ഇൻക്വേഴ്സ് ലോസ്. ഒരു ഫേമിന് പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ആണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും പേ ചെയ്യേണ്ട എക്സ്പെൻസുകളാണ് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റിൽ വരുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ, റെന്റ് പേയബിൾ ടു പാർട്ട്ണർ, മാനേജേഴ്സ് കമ്മീഷൻ. ഇതൊക്കെ ഫേമിന് സപ്പോസ് ഈ ഒരു ഇയറിൽ നമ്മൾ പാർട്ടായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിന് ലോസ് ആണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഐറ്റംസ് നമ്മൾ പേ ചെയ്തേ പറ്റുള്ളൂ, കാരണം അത് ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. സോ അങ്ങനെയുള്ള ഐറ്റത്തിനെയാണ് നമ്മൾ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുക. വി ഹാവ് ടു പേ ദീസ് എക്സ്പെൻസസ് വെദർ ദ ഫേം ഏൺസ് പ്രോഫിറ്റ് ഓർ ഇൻക്വേഴ്സ് ലോസ്. ബട്ട് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അങ്ങനെയല്ല. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് നമ്മൾ പേ ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇഫ് ദർ ഇസ് നോ പ്രോഫിറ്റ്, അപ്രോപ്രിയേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്രോപ്രിയേഷൻ ഉള്ള ഐറ്റംസ് കൊടുക്കുന്നുള്ളൂ. അതാണ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. സോ ഈ വിത്ത് എക്സാമ്പിൾസ് ഇത് പഠിച്ചു വെക്കുക. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നേച്ചർ ബേസിസിൽ പറയുകയാണെങ്കിൽ ചാർജ് അഗൈൻസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിൽ വരുന്ന ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി പ്രയോറിറ്റി ബേസിസിൽ പറയുകയാണെങ്കിൽ അപ്രോപ്രിയേഷന് മുൻപാണ് നമ്മൾ ചാർജ് അഗൈൻസ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്രോപ്രിയേഷൻ ചെയ്യുന്നത്. ഏറ്റവും അവസാനമാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ലോണിൻ്റെ ഇൻട്രസ്റ്റ്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെൻറ്റ്, ഇതൊക്കെ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിസർവ്, ഈ ഐറ്റംസ് ഒക്കെയാണ് അപ്രോപ്രിയേഷൻ ആയിട്ട് വരുന്നത്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതിൽ തരുന്ന ഓരോ ഐറ്റംസും നമ്മൾ പല ക്വസ്റ്റ്യനുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ചാർജ് അഗൈൻസ്റ്റ് ആണോ അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ബൈ പാർട്ട്ണറും ഒന്ന് ബൈ ഫേം. ആദ്യം നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ ടു ദ ഫേം. പാർട്ട്ണർ ഫേമിന് ലോൺ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇഫ് എ പാർട്ട്ണർ ഗീവ് എ ലോൺ ഓർ അഡ്വാൻസ് ടു ദ ഫേം പേസ് ഇൻട്രസ്റ്റ് ടു ദ പാർട്ട്ണർ. ഫേമിന് ലോൺ കൊടുത്താൽ ഫേം എന്ത് ചെയ്യണം, തിരിച്ച് പാർട്ട്ണറിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് അങ്ങനെ ഒരു റേറ്റ് എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് നിർബന്ധമായിട്ടും നമ്മൾ 6% കൊടുക്കണം. അപ്പോൾ ആ ഒരു 6% വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത് 6% എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല അല്ലെങ്കിൽ റേറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും, അത് ചാർജ് ചെയ്യാതെ അല്ലെങ്കിൽ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യാതെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല.
ഫേമിന് പാർട്ട്ണർ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റേറ്റ് തന്നിട്ടില്ലെങ്കിൽ 6% കൊടുത്തിട്ടുണ്ടാവണം. ഇതൊരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫേമിന് ലോസ് ആണെങ്കിലും, ആ പോയിന്റും ശ്രദ്ധിച്ചോണം, ഫേമിന് ലോസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ലോൺ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രീസ് നമുക്ക് 3 ജേണൽ എൻട്രീസ് നമുക്ക് വരുന്നുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് അലോ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് എന്നും, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നും. ഇനി ഇതിനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് എന്നും. ഇങ്ങനെ 3 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന്, ഇൻട്രസ്റ്റ് അലോ ചെയ്യുന്ന സമയത്ത്, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത്, പിന്നെ അതിനെ ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് രണ്ടാമത് വരുന്നത്. അവിടെ 2 പാർട്ട്നേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഖിൽ ആൻഡ് ഭരത്താണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗിവൺ ആണ്, ക്യാപിറ്റൽ ഗിവൺ ആണ്. അഖിലും ഭരത്തും 4 lakhും 2 lakhും വെച്ച് ഫേമിന് 1 ഒക്ടോബറിലാണ്. ലോണിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും ഡേറ്റ് ശ്രദ്ധിച്ചോണം, എന്നാണ് ലോൺ കൊടുത്തത്. കാരണം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻട്രി അല്ല ചോദിച്ചിരിക്കുന്നത്, എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനാണ്. 3 കേസുകൾ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 25,000ഉം 15,000ഉം ലോസ് 25,000ഉം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ എമൗണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആൻസറിലേക്ക് വരുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ 6% 6 മന്തിലേക്കാണ്, ഒക്ടോബറിന് കൊടുത്തത് കൊണ്ട് തന്നെ 6 മന്തിലേക്ക്, ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള 6 മന്തിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ അഖിൽ കൊടുത്തിരിക്കുന്ന ലോൺ എന്ന് പറയുന്നത് എത്രയാണ്? 4 lakh ലോണാണ്. സോ 4 lakhന് 6% 6 monthsൽ 4 lakh ഇൻറ്റു 6/100 ഇൻറ്റു 6/12 നമുക്ക് എത്ര കിട്ടും? 12,000 കിട്ടും. ഭരത്തിൻ്റെ 2 lakh ഇൻറ്റു 6/100 ഇൻറ്റു 6/12 6,000 കിട്ടും. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 പേരുടെയും കൂടി കമ്പനി പേ ചെയ്യേണ്ടത് 18,000 ആണ്. സോ ഫസ്റ്റ് കാൽക്കുലേഷനിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഓരോ കേസിലും നമുക്ക് പ്രോഫിറ്റ് എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ഇൻട്രസ്റ്റിന് മുൻപ് ഫസ്റ്റ് കേസിൽ നമ്മുടെ കയ്യിൽ 25,000 ആണ് പ്രോഫിറ്റ് ഉള്ളത്. സോ 25,000ൽ നിന്നും 18,000 നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് 7,000 ആണ്. പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് 7,000 മിച്ചമുണ്ട്. അതേസമയം കേസ് 2ൽ നമുക്ക് 15,000 പ്രോഫിറ്റ് ആണുള്ളത്. 15,000ൽ നിന്നും 18,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ളത്. സോ ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അല്ല, ലോസ് ആയിട്ട് മാറും. 3,000 ലോസ് ആയിട്ട് വരും. ഇനി കേസ് 3ൽ നോക്കിയേ, ലോസ് ബിഫോർ ഇൻട്രസ്റ്റ് 25,000 ആണ്. ലോസിന് പറയുമ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 18,000 ഇനിയും ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 നെഗറ്റീവ് വാല്യൂസ് തന്നാൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ടോട്ടൽ 43,000 ലോസ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട്, ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ലോസും കൂടെ ചേർത്ത് 43,000 നമുക്ക് ലോസ് ആണ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റ് 18,000ഉം ഇൻട്രസ്റ്റിന് മുൻപുള്ള ലോസ് 25,000ഉം കൂടെ ചേർത്ത് 43,000 ലോസ് ആണ് വരുന്നത്. അപ്പോൾ 3 കേസസാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് കേസിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു, പേയ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. സെക്കൻഡ് കേസിൽ പ്രോഫിറ്റ് ആയിരുന്നു, ബട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ലോസായി. തേർഡ് കേസിൽ ലോസാണ്, ഇൻട്രസ്റ്റും കൂടെ വന്നു കഴിയുമ്പോൾ ലോസിൻ്റെ എമൗണ്ട് കൂടി. അങ്ങനെ 3 കേസുകളാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും ഇവിടെ നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താണ്? നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതൊരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ് എന്നുള്ളത്. ദെൻ ഇതിൻ്റെ ഒരു ജേണൽ എൻട്രി ആണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ചെയ്തുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ലോണിൻ്റെ ജേണൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. 3 പാർട്ട്നേഴ്സാണ്, അമിത്, വിമൽ ആൻഡ് ചമൻ. അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആണ്. അമിതും ചമനും 1 ഒക്ടോബറിൽ 1 lakhും 1,50,000 വെച്ച് ലോൺ കൊടുത്തു. എഗ്രീഡ് റേറ്റ് ഉണ്ട് അവിടെ, 9% ആണ്. അതുപോലെ തന്നെ ബുക്സ് ക്ലോസ് ചെയ്യുന്ന 31 മാർച്ചിലാണെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് യെറ്റ് ടു ബി പെയ്ഡ് എന്നാണ്, പേ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
നമ്മളോട് ജേർണൽ എൻട്രി എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ലോൺ കൊടുത്തത് 1 ഒക്ടോബറിലാണ്. സോ ലോൺ കൊടുത്തതിൻ്റെ ജേർണൽ എൻട്രിയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ ബൈ അമിത് അക്കൗണ്ടും ടു ലോൺ ബൈ ചമൻ അക്കൗണ്ടും 1 lakhും 1,50,000 വെച്ച് ലോൺ കൊടുത്തു. ആ എൻട്രി ഇത് നമ്മൾ എല്ലാ ക്വസ്റ്റനിലും എഴുതാറില്ല, ബട്ട് ഇതും കൂടെ ചേർത്ത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 1 lakhിൻ്റെ 9%, അതുപോലെ തന്നെ 1,50,000 9% ഫോർ 6 months ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോണിൻ്റെ കേസ് വരുമ്പോൾ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 6 monthലേക്കാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 1 lakh ഇൻറ്റു 9/100 ഇൻറ്റു 6/12 1,50,000 ഇൻറ്റു 9/100 ഇൻറ്റു 6/12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് 4,500 6,750 വരുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ ബൈ അമിത് ടു ലോൺ ബൈ ചമൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് എഴുതുക. ലാസ്റ്റ് എൻട്രി എന്താണ് വരുന്നത്, ഈ എമൗണ്ടിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ. ടോട്ടൽ ഇതിൻ്റെ ഇൻട്രസ്റ്റിന് രണ്ടിൻ്റെയും കൂടെ ടോട്ടലാണ് 11,250. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഈ ക്വസ്റ്റൻ്റെ എൻട്രീസ് ആയിട്ട് നമുക്ക് എൻട്രി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ലോണിൻ്റെ എൻട്രി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇൻ കേസ് ഇതിൻ്റെ അക്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോൺ അക്കൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ടും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതനുസരിച്ചിട്ടും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ ഫേം ടു ദ പാർട്ട്ണർ. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ്, പാർട്ട്ണർ ഫേമിന് ലോൺ കൊടുക്കുന്നതാണ്. ഇവിടെ ലോൺ ബൈ ഫേം ടു ദ പാർട്ട്ണർ, ഫേം പാർട്ട്ണറിന് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡും തൊട്ട് മുൻപ് പറഞ്ഞ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, തൊട്ട് മുൻപ് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഗ്രീഡ് അല്ലെങ്കിൽ നമ്മൾ 6% ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഇവിടെ ഇല്ല. ഫേം ലോൺ കൊടുക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കളക്ട് ചെയ്യുക, തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എ ഫേം മേ ഗീവ് ലോൺ ടു ദ പാർട്ട്ണർ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ചാർജ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എഗ്രീഡ് ബൈ ദ പാർട്ട്ണർ. അത് നേരത്തെ തന്നെ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ ലോൺ ബൈ പാർട്ട്ണർ ടു ദ ഫേം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 6% പറഞ്ഞിട്ടുണ്ട്. ഫേം ടു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ എഗ്രീഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി അതിൻ്റെ ജേർണൽ എൻട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് എന്നും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് എന്നും, അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുമായിരിക്കും എൻട്രി വരിക. എൻട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് വായിച്ച് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. രാകേഷ്, ഗൗരവ് ആൻഡ് കബീർ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. കബീർ ഹാഡ് ഗിവൺ ലോൺ ബൈ ദ ഫേം ഓൺ 1 October. 6 lakh ആണ് ലോൺ എമൗണ്ട് വരുന്നത്. ഇൻട്രസ്റ്റ് എഗ്രി ചെയ്തിരിക്കുന്നത് 10% ആണ്. ഇൻട്രസ്റ്റ് പേ ചെയ്തത് ഫെബ്രുവരിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എമൗണ്ട് യെറ്റ് ടു ബി പെയ്ഡ് ആണ്. ജേർണൽ എൻട്രി എഴുതാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ 10th May ഫസ്റ്റ് ലോൺ പേ ചെയ്തതിൻ്റെ അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തതിൻ്റെ എമൗണ്ട് വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ എമൗണ്ട് വരുന്നത് എത്രയാണ്, 25,000 ആണ്. 5 monthsലേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ 6 lakhൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാണ്. 5 monthലേക്ക് എടുക്കുന്നതിൻ്റെ കാരണം അപ് ടു ഫെബ്രുവരി വരെ നമ്മൾ പേ ചെയ്തുകൊണ്ട് ഫെബ്രുവരി വരെയുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 6 lakhൻ്റെ 10% 5 monthലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം ഇനി കിട്ടാനുള്ള ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, പേ ചെയ്തത് മാത്രമാണ് നമ്മൾ March 10 എഴുതിയത്. മാർച്ചിലെ ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ മാർച്ചിലെ 1 monthൻ്റെ മാത്രം 6 lakhൻ്റെ 10% ഇൻറ്റു 1/12 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5,000 വരും. അതാണ് രണ്ടാമത്തെ എൻട്രി. കബീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു പാർട്ട്ണർ അക്കൗണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 30,000. ഇതെങ്ങനെ വന്നേ, ഈ 25,000 ഈ 5,000 പേ ചെയ്തതും ഡ്യൂ ആയതിൻ്റെയും ടോട്ടലാണ് 30,000 വരുന്നത്. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് റെൻറ്റ് പെയ്ഡ് ഓർ പേയബിൾ ടു ദ പാർട്ട്ണർ. അതായത് ചില സിറ്റുവേഷനിൽ പാർട്ട്നേഴ്സ് അവരുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് റെൻറ്റിന് ഫേമിന് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും റെൻറ്റ് പാർട്ട്നേഴ്സിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റെൻറ്റ് പെയ്ഡ് ഓർ പേയബിൾ. ഇതൊരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഫേം അത് പേ ചെയ്തിട്ടുണ്ടാവണം.
അപ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് റെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇനി പേയബിൾ ആണ്, അതായത് കൊടുത്തിട്ടില്ല ബട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെൻറ്റ് പേയബിൾ. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെൻ്റ് അക്കൗണ്ട്. ഈ 3 എൻട്രീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അരുൺ, രമൺ ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. രമണിൻ്റെ ഒരു പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തു, 1 ഏപ്രിലാണ് കൊടുത്തത്. 5,000 പെർ മന്ത് റെൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫെബ്രുവരി വരെ ഉള്ളത് പേ ചെയ്തു, ബാക്കി യെറ്റ് ടു ബി പെയ്ഡ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 11 മന്ത്സിൻ്റെയാണ്. ഏപ്രിൽ ടു ഫെബ്രുവരി വരെയുള്ളതാണ് പേ ചെയ്തിരിക്കുന്നത്. സോ ഏപ്രിൽ ടു ഫെബ്രുവരി 11 മന്ത്സിൽ വരുമ്പം 5,000 × 11 55,000 വരും എമൗണ്ട്. ദെൻ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് പേയബിൾ ആയിട്ടുള്ളത് 1 മന്തിൻ്റെ മാർച്ചിലെ മാത്രമാണ് വരുന്നത്. സോ റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെൻറ്റ് പേയബിൾ 1 മന്തിൻ്റെ 5,000. ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ പേയബിൾ ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ളതും കൂടി എടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെൻ്റ് അക്കൗണ്ട് നമ്മൾ എന്താണ് 60,000 55 + 5,000 60,000 ആണ് റെൻറ്റിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അതാണ് റെൻറ്റ് പെയ്ഡ് ഓർ പേയബിളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മാനേജേഴ്സ് കമ്മീഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും തന്നിട്ടില്ല, ബട്ട് സെയിം റെൻറ്റിൻ്റെ അതേ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് മാനേജേഴ്സ് കമ്മീഷൻ. പേരിലെ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതും ഒരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് തന്നെയാണ്. സോ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മാനേജർ ഒരു എംപ്ലോയി ആണ് ഫേമിൻ്റെ. സോ മാനേജേഴ്സിന് എന്തെങ്കിലും കമ്മീഷൻ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ പേ ചെയ്തിട്ടുണ്ടാവണം. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഒരു ഐറ്റമാണ്. സെയിം നമുക്ക് റെൻറ്റിൻ്റെ എൻട്രി എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് മാനേജേഴ്സ് കമ്മീഷൻ്റെ എൻട്രി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. റെൻറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, മാനേജേഴ്സ് കമ്മീഷൻ എന്ന് ചെയ്താൽ മതി. അതുപോലെ തന്നെ മാനേജേഴ്സ് കമ്മീഷൻ പേയബിൾ ആണെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മാനേജേഴ്സ് കമ്മീഷൻ പേയബിൾ. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെൻ്റ് അക്കൗണ്ട്. അങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരിക. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നിട്ടില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, മാനേജേഴ്സ് കമ്മീഷന് ഇതാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതൊരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. സിമിലർ ടു റെൻറ്റിൻ്റെ പോലെ തന്നെ ജേണൽ എൻട്രീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സിൻ്റെ ഒരു റീക്യാപ്പാണ് നമുക്ക് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസാണ്. 6% ആണ്. ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ നമ്മൾ 6% കൊടുക്കണം. പിന്നെ അതിനെ ഒരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ബൈ ഫേം ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഡീഡ് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിനെ ഒരു അപ്രോപ്രിയേഷൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സൈലൻ്റ് ആണെങ്കിൽ അലോ ചെയ്യേണ്ട. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യേണ്ട. സാലറി ഓർ കമ്മീഷൻ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് ഷെയറിങ് ഈക്വലി ആണ്. റെൻറ്റ് പാർട്ട്നേഴ്സ് നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ ചാർജ് ചെയ്യും. ഇത്രയാണ് മെയിനായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ട പോയിൻറ്റുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും കവർ ചെയ്തത് പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളതും പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു. പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതായത് പാർട്ട്ണർ കൊടുക്കുന്നതും ഫേം കൊടുക്കുന്നതും നമ്മൾ പറഞ്ഞു. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. മാനേജേഴ്സ് കമ്മീഷൻ, റെൻറ്റ്, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത്. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻസും സിമിലർ എക്സസൈസും നമുക്ക് ടെക്സ്റ്റിലുണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്